ആദരണീയരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ കൃത്രിമ ബുദ്ധി നമ്മുടെ ജീവിതത്തെയും സമൂഹത്തെയും സംസ്കാരത്തെയും ചരിത്രത്തെയും ഒക്കെ ആഴത്തിൽ സ്വാധീനിക്കാൻ പോകുന്നു എന്ന ഒരു ഉത്കണ്ഠയോ കൗതുകമോ ഭയമോ ഒക്കെ നമ്മുടെ ഉള്ളിൽ ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യം ആയി കഴിഞ്ഞിട്ടില്ല. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഈ യന്ത്രബുദ്ധിയുടെ, കൃത്രിമ ബുദ്ധിയുടെ എഫിഷ്യൻസി, ഏറ്റവും ഉയർന്ന എഫിഷ്യൻസി എന്ന് പറയുന്നത് 14% മനുഷ്യൻ്റേത് എന്ന് പറയുമ്പോൾ ഇനിയും സാക്ഷാത്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ലാത്ത ഒന്നാണ് മനുഷ്യനോളം ശക്തിയുള്ള, ബുദ്ധിശക്തിയുള്ള ഒരു യന്ത്രം എന്നത്. പക്ഷെ അത് വരും എന്ന് ഏറെക്കുറെ എല്ലാ ശാസ്ത്രജ്ഞരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ നമ്മളെ സ്വാധീനിക്കുന്ന, യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ഭാവനയെയാണ് നമ്മൾ മിത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈ കൃത്രിമ ബുദ്ധി എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിലൊരു മിത്താണ്. മിത്ത് എന്നതിനർത്ഥം സത്യമല്ലാത്തത് എന്നല്ല. നാം ഇപ്പോൾ ഇല്ലാത്തതും ഭാവിയിൽ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നതും അതിനെ സംബന്ധിച്ച് ഉത്കണ്ഠകൾ, ഭയങ്ങൾ, അത്ഭുതങ്ങൾ സൂക്ഷിക്കുന്നതുമായ ഒരു ഭാവനയെയാണ് നമ്മൾ മിത്തെന്ന് പറയുന്നത്. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാസ്തവത്തിൽ ഒരു മിത്താണ് ഇന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. യുവാക്കളായിട്ടുള്ള നിങ്ങളിൽ പലരുടെയും വരാനിരിക്കുന്ന ഒരു കാലം ഈ മിത്ത് യാഥാർത്ഥ്യമായി തീർന്നേക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ പ്രവൃത്തികൾ ഏതായാലും ശരി, ആ പ്രവൃത്തികളിൽ നമ്മൾ എന്തിനാണ് ഉത്കണ്ഠപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മനുഷ്യജീവിതത്തിനും മനുഷ്യ സമൂഹത്തിനും അതിജീവിക്കാൻ സഹായിക്കുന്നതും പരസ്പര വിശ്വാസത്തിൽ പുലരാൻ കഴിയുന്നതുമായ ഏത് പ്രവൃത്തികളും സ്വാഗതാർഹമാണ്. എന്നാൽ മനുഷ്യരെയും പ്രകൃതിയെയും അപായപ്പെടുത്താൻ ഇടയുള്ള മനുഷ്യപ്രവൃത്തികളെ നമ്മൾ ഭയത്തോടു കൂടിയാണ് കാണുക. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന കൃത്രിമ ബുദ്ധി എന്ന് പറയുന്നത് ഈ രണ്ട് സാധ്യതകളും നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നുണ്ട്. അത് മനുഷ്യനെ സഹായിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യാസ്തിത്വത്തെ വലിയ അളവിൽ ചോദ്യം ചെയ്യും എന്നും നാം ഭയക്കുന്നു. അങ്ങനെ ഈ ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും നടുക്കാണ് നാം ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നത് എന്നർത്ഥം. പൂർണ്ണമായ അർത്ഥത്തിൽ ഇത് മനുഷ്യനെ സഹായിക്കാൻ പോകുന്നു എന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഇതൊഴിവാക്കുകയാണ് മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് നല്ലത് എന്നും നമുക്ക് പറയാനാവില്ല. അങ്ങനെയുള്ള ഒരു സന്നിഗ്ധാവസ്ഥയിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ചർച്ച നമുക്ക് തുടങ്ങേണ്ടി വരുന്നത് എന്നർത്ഥം. ഇവിടെ ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് നാം ഇതിനെ കൃത്രിമ ബുദ്ധി എന്ന് വിളിക്കുന്നത്? എന്താണ് ബുദ്ധിയുടെ അടയാളം? ബുദ്ധിയുടെ അടയാളം എന്ന് പറഞ്ഞാൽ പ്രതികരണശേഷിയാണ് ബുദ്ധിയുടെ അടയാളം. അതാണ്
ഏറ്റവും ഉയർന്ന പ്രതികരണ ശേഷിയുള്ള ജീവി മനുഷ്യനാണ്. ആ പ്രതികരണ ശേഷിയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ് ഭാഷ. ഇപ്പം ഞാൻ നിങ്ങളോട് ഭാഷയിലാണ് സംസാരിക്കുന്നത്. മൃഗങ്ങളോട് നമ്മൾ ചിലപ്പോൾ വല്ല പ്രവൃത്തികളിലൂടെ വേണം. ഇപ്പോൾ ഒരു പൂച്ച വന്നാൽ അതിനെ ഓടിക്കാൻ നമ്മൾ കൈകൊണ്ട് ഒരാംഗ്യം കാണിക്കുമ്പോൾ അത് അതിനോട് പ്രതികരിക്കും. പക്ഷേ ഭാഷ ഉപയോഗിച്ചിട്ട് നമുക്ക് പൂച്ചയോട് പ്രതികരിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രതികരിക്കുക എന്നതാണ് ബുദ്ധിയുടെ ഒരു തെളിവ്. ഇപ്പോൾ ബുദ്ധി എല്ലാ ജന്തുജാലങ്ങൾക്കുണ്ട്. പക്ഷേ മനുഷ്യബുദ്ധിയുടെ ഏറ്റവും വലിയ സവിശേഷത ഭാഷ എന്ന് പറയുന്ന ഒരു രൂപത്തിലൂടെ നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നു. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് എനിക്കൊരു മറുപടി തരുന്നു. എവിടെയാണ് സാഹിത്യോത്സവം നടക്കുന്ന രണ്ടാമത്തെ വേദി എന്ന് ഞാൻ നിങ്ങളിൽ ഒരാളോട് ചോദിക്കുമ്പോൾ ആ ചോദ്യം മനസ്സിലായി നിങ്ങൾ എന്നെ വഴി കാണിച്ചു തരുന്നു. അതിനർത്ഥം ഒരു ചോദ്യത്തിനോട് നിങ്ങൾ ഭാഷയിലുള്ള ഒരു ചോദ്യത്തോട് നിങ്ങൾ പ്രതികരിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആ ബുദ്ധിയുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടണം. നിങ്ങളൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പുതിയ സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് ചാറ്റ് GPT, ആ ചാറ്റ് എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം നിങ്ങൾക്ക് സല്ലപിക്കാവുന്നത് എന്നാണ്. ചാറ്റിംഗ് എന്ന് പറഞ്ഞാൽ സല്ലാപം എന്നാണ് മലയാളം. അപ്പോൾ ഒരു സല്ലപിക്കാവുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് ചാറ്റ് GPT. ഇപ്പം അത് മെറ്റ AI എന്ന പേരിലും നമ്മുടെ മൊബൈലിൽ കാണാം. അങ്ങനെയുള്ള ഒന്നിനോട് നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെ കൃത്രിമ ബുദ്ധി എന്ന് വിളിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും അത് ശരിയായ ഉത്തരം തരണമെന്നില്ല. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിന് ഈ കൃത്രിമ ബുദ്ധി നിങ്ങളോട് ജവഹർലാൽ നെഹ്റു എന്ന് ഉത്തരം തന്നു എന്നിരിക്കട്ടെ. അങ്ങനെ തന്നാൽ നിങ്ങൾ അതിന് ബുദ്ധിയില്ല എന്ന് പറയാൻ പറ്റില്ല. അതിന് ബുദ്ധിയുണ്ട്, പക്ഷേ വസ്തുത തെറ്റിപ്പോയി. ഇപ്പം നമ്മളും അങ്ങനെയാണല്ലോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തെറ്റിയ എത്രയോ ആൾക്കാരല്ലേ നമ്മളൊക്കെ. അപ്പോൾ ചിലപ്പോൾ വസ്തുതാപരമായൊരു തെറ്റ് നമുക്ക് സംഭവിച്ചു എന്ന് കരുതി അയാൾക്ക് ബുദ്ധിയില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനും പകരം ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്നുള്ള ചോദ്യത്തിന് ബിരിയാണി നന്നായിരുന്നു എന്ന് മറുപടി നൽകിയാൽ അയാൾക്ക് ബുദ്ധിയില്ല എന്ന് നമ്മൾ പറയും. കാരണം ചോദിച്ചാനല്ല ഉത്തരം അതാ. അപ്പം അങ്ങനെ വരുമ്പോൾ നാം ചോദിക്കുന്ന ചോദ്യത്തിനോട് അനുപൂരകമായ ഒരു മറുപടിയാണ് കിട്ടുന്നതെങ്കിൽ വസ്തുതാപരമായ കാര്യം തെറ്റായാലും അതിന് ബുദ്ധിയുണ്ട് എന്നാണ് അർത്ഥം. ഇപ്പം ഈ പറഞ്ഞ ചാറ്റ് GPT ആയാലും മെറ്റ ആയാലും ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെല്ലാം നമ്മൾ കാണുന്നത് വസ്തുതാപരമായ ചില തെറ്റുകൾ അതിന് സംഭവിക്കുന്നുണ്ടെങ്കിലും ചോദ്യം മനസ്സിലാക്കാനുള്ള ശേഷി ഈ കൃത്രിമ ബുദ്ധിക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളതിനെ ബുദ്ധി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഇതിൻ്റെ വളർച്ച, ഈ കൃത്രിമ ബുദ്ധിയെ വികസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പരീക്ഷണങ്ങൾ, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളുടെ വളർച്ചയെപ്പറ്റി പറയുന്നത് അതൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാറിൽ യാത്ര ചെയ്യുന്നിരിക്കട്ടെ, മണിക്കൂറിൽ ഒരു 20 കിലോമീറ്റർ വേഗതയിലാണ് യാത്ര തുടങ്ങുന്നത്. ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഇരട്ടി വേഗതയാണെന്ന് വിചാരിച്ചോളൂ. 20-40 രണ്ടാമത്തെ മിനിറ്റിൽ, മൂന്നാമത്തെ മിനിറ്റിൽ അത് 80, നാലാമത്തെ മിനിറ്റിൽ 160. അങ്ങനെ വർദ്ധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. അതേപോലത്തെ ഒരു വർധനവാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖലയിൽ നടക്കുന്ന ഗവേഷണം. നമ്മളൊരു അറിയുന്നുണ്ടാവില്ലത്. പക്ഷേ ലോകത്തുനിന്ന് ഏറ്റവും വലിയ ഫണ്ടിങ് നടക്കുന്നതും ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്നതുമായ ഒരു മേഖല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റേതാണ്. അതുകൊണ്ട് 5 വർഷം മുമ്പ് ഒരു കൃത്രിമ ബുദ്ധിയോടൊരു കണക്ക് പരീക്ഷ 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് നടത്തുന്ന ഒരു കണക്ക് പരീക്ഷ നടത്തിയപ്പോൾ
26% മാർക്കാണ് കിട്ടിയത്. തൊട്ടടുത്ത വർഷം അതേ പരീക്ഷ പുതിയ വേർഷൻ AI വെച്ച് നടത്തിയപ്പോൾ ആ AIക്ക് 50% മാർക്ക് കിട്ടി. എന്ന് പറഞ്ഞാൽ 100% മാർക്കോടുകൂടി ഒരു 10ാം ക്ലാസ്സിലെ കുട്ടി പാസ്സാവുന്നത് പോലെ കൃത്രിമ ബുദ്ധി പാസ്സാവാൻ അധിക സമയം വേണ്ട എന്നർത്ഥം. അത്ര എക്സ്പൊണൻഷ്യലായ ഗ്രോത്താണ് ഈ മേഖലയിൽ സംഭവിക്കുന്നത് എന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു 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 മേഖല, അതിൻ്റെ ഭാവി എന്താവും എന്നതിനെക്കുറിച്ച് പലതരം പ്രവചനങ്ങൾ സംഭവിക്കുന്നതിനിടയിലാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഈ ബുദ്ധി ഇങ്ങനെ കൃത്രിമമായിട്ട് ഉണ്ടാക്കാമെന്ന് വന്നാൽ എന്താണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന അസ്തിത്വപരം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻഷ്യലായ ഒരു പ്രശ്നം എന്ന ചോദ്യം ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ബുദ്ധി മനുഷ്യൻ കൃത്രിമമായിട്ടുണ്ടാക്കിയാൽ നമ്മൾ പലപ്പോഴും പറയുന്ന പല വാക്കുകളുണ്ട്. മനുഷ്യൻ്റെ ആത്മാവ്, മനുഷ്യൻ്റെ ബോധം, മനുഷ്യൻ്റെ മനസ്സ്, ഇങ്ങനെ പറയുന്ന പലതും വാസ്തവത്തിൽ ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾക്കറിയാം. മനുഷ്യൻ്റെ ചിന്തയുമായും ഭാവനയുമായും വികാരങ്ങളുമായും വിചാരങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ടതാണ് ബോധം, മനസ്സ്, ആത്മാവ് തുടങ്ങിയ ആശയങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള പലതരം സങ്കല്പങ്ങൾ ഈ കൃത്രിമ ബുദ്ധിയുടെ കാലത്ത് അതിനൊക്കെ എന്ത് സംഭവിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആണ്. അതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ചോദ്യം ചോദിക്കുമ്പോൾ പ്രതികരിക്കുക എന്നത് മാത്രമാണോ ബുദ്ധിയുടെ ഒരു പ്രത്യേകത? ബുദ്ധിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുപ്പ് നടത്താനും നമ്മുടെ പ്രവൃത്തിയെ നിയന്ത്രിക്കാനുമുള്ള ശേഷി മനുഷ്യബുദ്ധിയുടെ ഒരു സവിശേഷതയാണ്, അല്ലേ? നിങ്ങൾ ഒരു കല്യാണ വീട്ടിൽ പോയാൽ പെരുമാറുന്നത് പോലെയല്ല ഒരു മരണ വീട്ടിൽ പോയാൽ പെരുമാറുന്നത്. നിങ്ങളൊരു ആശുപത്രിയിൽ ചെന്നാൽ പെരുമാറുന്നത് പോലെയല്ല നിങ്ങളൊരു ഓഫീസിൽ പോയാൽ പെരുമാറുന്നത്. ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് പോലെയല്ല വീട്ടിൽ പോയാൽ ഞാൻ പെരുമാറുന്നത്. അപ്പോൾ ഒരു സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനുള്ള ശേഷി മനുഷ്യനുണ്ട്. കൃത്രിമ ബുദ്ധിക്ക് അങ്ങനെ ഒരു ശേഷി ഉണ്ടോ? ഇതാണ്. അപ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടായിരിക്കും ക്ലാസ് ചെല്ലുമ്പോൾ ഞാനൊരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നത്, നിങ്ങളുടെ വേദിയിൽ വന്ന് സംസാരിക്കുമ്പോൾ ഞാനൊരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നത്? കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായും എൻ്റെ ബുദ്ധി ഞാൻ ചെയ്ത കുറേ പ്രവൃത്തികളിൽ നിന്ന് ഈ സന്ദർഭത്തിനനുസരിച്ച ഒരു പ്രവൃത്തിയെ തിരഞ്ഞെടുക്കുകയും അത് എൻ്റെ ശരീരത്തിലൂടെ സംഭവിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം. അങ്ങനെ മനുഷ്യൻ്റെ ബുദ്ധി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തെ പിന്തുടർന്നുകൊണ്ടാണ് കൃത്രിമ ബുദ്ധി വികസിപ്പിക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നത്. അതിന് 3 വഴികളാണ് ഇതിൻ്റെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഒന്ന്, ഈ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന നമ്മുടെ തലച്ചോറിൽ എങ്ങനെയാണ് ന്യൂറോൺസ് പ്രവർത്തിക്കുന്നതെന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും, എങ്ങനെയാണ് നമ്മൾ തലച്ചോറ് ഒരേ സമയം കാര്യങ്ങൾ ശേഖരിക്കുകയും ആ ശേഖരിച്ച കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും അതിൽ നിന്ന് ചില കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്, അതേ കാര്യം ഒരു മെഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നാണ് വാസ്തവത്തിൽ ആലോചിക്കുന്നത്. അതാണ് ഈ ന്യൂറോൺസിൻ്റെ പ്രവർത്തനം. ബയോളജിക്കലായിട്ട് ജീവശാസ്ത്രപരമായി അതിനെ വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ചില ആളുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് വാസ്തവത്തിൽ ഭാഷയുടെ ഒരു സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് ഈ ബുദ്ധി വികസിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. മനുഷ്യൻ ഉപയോഗിക്കുന്ന ഭാഷ, അത് വാസ്തവത്തിൽ നിങ്ങൾക്കറിയാം, മലയാളം ഒരു ഭാഷയാണെങ്കിൽ അതിലൊരു 56 52 അക്ഷരങ്ങളാണുള്ളത്. വളരെ കുറച്ച് വാക്കുകളേ അതിലുള്ളൂ. എന്നാലും നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞ വാക്യമല്ല അടുത്ത തവണ നമ്മൾ പറയുന്നത്. അപ്പോൾ പരിമിതമായ ശബ്ദങ്ങളിൽ നിന്ന്, പരിമിതമായ വാക്കുകളിൽ നിന്ന് അപരിമിതമായിട്ടുള്ള വാക്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷി മനുഷ്യൻ്റെ ബുദ്ധിക്കുണ്ട്. അതേ ശേഷിയുള്ള ഒരു യന്ത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ
നമുക്ക് മനുഷ്യബുദ്ധി ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നതാണ്. കാരണം ഭാഷയാണ് മനുഷ്യൻ്റെ ആശയവിനിമയത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം എന്നതുകൊണ്ട് ഭാഷയുടെ ഘടനയെ പിന്തുടർന്നുകൊണ്ട് ഈ ബുദ്ധി വികസിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വഴിയിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മൾ കമ്പ്യൂട്ടറിലും കാൽക്കുലേറ്ററിലൊക്കെ ചെയ്യുന്നത് പോലെ ഗണിതശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഗണിത ഭാഷയുടെ യുക്തിയിലേക്ക് മനുഷ്യപ്രവൃത്തികളെ പരിവർത്തനം ചെയ്തുകൊണ്ട് കൃത്രിമ ബുദ്ധി വികസിപ്പിക്കാനാണ് മറ്റൊരു തരത്തിൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കൃത്രിമ ബുദ്ധിയുടെ മേഖലയിൽ നടക്കുന്ന ഗവേഷണം 3 മേഖലയിലാണ് നടക്കുന്നത്. ഒന്ന്, മനുഷ്യപ്രവൃത്തികളെ ഗണിത ഭാഷയിലേക്ക് പരിവർത്തിപ്പിച്ചുകൊണ്ടുള്ള ആലോചനകൾ നടക്കുന്നു. ഈ കൃത്രിമ ബുദ്ധിയുടെ ആലോചനാ വഴികൾ, അതിനെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ 3 തരത്തിൽ, ഭാഷയുടെയും ഗണിതശാസ്ത്രത്തിൻ്റെയും ജീവശാസ്ത്രത്തിൻ്റെയും ഒക്കെ വഴിയിൽ ശാസ്ത്രജ്ഞർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലവർ വളരെയേറെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, എവിടെയൊക്കെയാണ് ഈ കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗം എന്നതാണ്. അതാണ് വലിയ ഒരു ചർച്ചാ വിഷയമായി വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം ഒരു യൂറോപ്യൻ രാജ്യത്ത് സഞ്ചരിച്ചതിൻ്റെ അനുഭവം പറയുണ്ടായി. അയാളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ, നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ സാധനം വാങ്ങാൻ പോയാൽ അവിടെ കുറേ ആൾക്കാർ സാധനം എടുത്തു തരാനുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വഴി കാണിച്ചു തരാനുണ്ടാവും. അവസാനം ബില്ലടിക്കുന്ന സ്ഥലത്ത് കുറേ കൗണ്ടറുകൾ ഉണ്ടാവും. അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ. പക്ഷേ എൻ്റെ സഹോദരൻ പോയ സൂപ്പർ മാർക്കറ്റിൽ ആകെ ഒരാളേ ഉള്ളൂ, ഒറ്റ ആളേ ഉള്ളൂ, ഒരു കാവൽക്കാരൻ മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ സാധനങ്ങൾ എടുത്ത് നമ്മൾ കൊട്ടയിലാക്കി കഴിഞ്ഞാൽ ഒരു കൗണ്ടറിൽ ചെല്ലുമ്പോൾ അവിടെ സ്കാൻ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ്. സാധനങ്ങൾ പാക്കിലേക്ക് ഇട്ട് തരുന്നത് ഒരു യന്ത്രമനുഷ്യനാണ്. അവസാനം ഈ നമ്മൾ കാർഡ് അവിടെ കാണിച്ചാൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പൈസ അടച്ചു. ഒരു മനുഷ്യനോടല്ല. ആ സൂപ്പർ മാർക്കറ്റിനകത്ത് സാധനങ്ങൾ എടുത്തു കൊടുക്കാനോ നോക്കാനോ ആരുമില്ല. നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ നോക്കാൻ വേണ്ടി മാത്രം ഒരു കാവൽക്കാരൻ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടുപോകാൻ ഒരാൾ മതി എന്ന് വരുന്നു. ബാക്കി എല്ലായിടത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ട് ഈ ജോലികൾ ചെയ്യിപ്പിക്കാം. ആശുപത്രികളിൽ സർജറി ചെയ്യാൻ ഇനി ഡോക്ടർമാർ വേണമെന്നില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ സർജറി ചെയ്യാൻ സാധിക്കും. ഞങ്ങളെപ്പോലുള്ള അധ്യാപകർ ഇനി വലിയ ആവശ്യമില്ല. നിങ്ങളെ ക്ലാസ് റൂമിൽ പോയി പഠിപ്പിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി വികസിപ്പിച്ച അധ്യാപക ശരീരങ്ങൾ സാധ്യമാണ്. സിനിമയിൽ തിരക്കഥ എഴുതാനും അഭിനയിക്കാനും ഇപ്പോൾ വലിയ തർക്കവിഷയമായ കാര്യങ്ങളാണല്ലോ. അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നിങ്ങൾക്ക് സിനിമ, മനുഷ്യർ തന്നെ ഇല്ലാതെ, മമ്മൂട്ടിയും മോഹൻലാലൊക്കെ ഒരുപക്ഷെ നാളെ ഇല്ലാതായി പോയാലും അവരുടെയൊക്കെ കഥാപാത്രങ്ങൾ അഭിനയിക്കുന്ന സിനിമകൾ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ഉണ്ടാക്കിയെടുക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഷേക്സ്പിയറെ പോലുള്ള നാടകങ്ങൾ എഴുതാം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഇനി നിങ്ങൾക്ക് കൃത്രിമ ബുദ്ധി കൊണ്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ലെങ്കിലും ഇതൊന്നും അസാധ്യമല്ല കൃത്രിമ ബുദ്ധിക്ക് എന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മുന്നിൽ ധാരാളം ചോദ്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ നിങ്ങൾക്ക് കുറേ, അങ്ങനെയായ പിന്നെ എന്തിനാണ് മനുഷ്യൻ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടാവണം. ഈ ചോദ്യമാണ് കൃത്രിമ ബുദ്ധിയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഇനി എന്തിനാണ് മനുഷ്യൻ്റെ അധ്വാനം? ഇനി എന്തിനാണ് മനുഷ്യൻ്റെ സർഗാത്മകത? നിങ്ങൾ സാഹിത്യോത്സവമാണല്ലോ നടത്തുന്നത്, നിങ്ങളാരും കവിത എഴുതണ്ട. കവിത എഴുതാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ സാഹിത്യോത്സവം സംഘടിപ്പിക്കുന്നതും യുവപ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ച് പോയിൻ്റൊക്കെ കൊടുത്ത് ഇന്ന ജില്ലയാണ് മുന്നിൽ എന്നൊക്കെ പറയണം? എന്തിനാണ്?
അതൊക്കെ കൃത്രിമ ബുദ്ധി ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ മനുഷ്യൻ എന്ത് ചെയ്യും എന്ന ചോദ്യം മൗലികമായ ഒരു ചോദ്യം ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രധാനമായി എവിടെയാണ് യന്ത്രത്തിന് കടന്നു വരാൻ കഴിയാത്ത മനുഷ്യ ശരീരത്തിൻ്റെ, മനുഷ്യ പ്രകൃതത്തിൻ്റെ ഇടമേതാണ് എന്ന ചോദ്യമാണ് തത്വചിന്തകന്മാരിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. മനുഷ്യപ്രകൃതത്തിൽ യന്ത്രത്തിന് കടന്നു വരാൻ കഴിയാത്ത വല്ല ഇടവുമുണ്ടോ എന്ന ചോദ്യമാണ്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പണിയും ഈ യന്ത്രം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ യന്ത്രത്തിന് കഴിയാത്ത എന്താണ് മനുഷ്യനുള്ളത് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വാസ്തവത്തിൽ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന റെനെ ദെക്കാർത്ത് എന്ന് പറയുന്ന ഒരു തത്വചിന്തകൻ, അദ്ദേഹം അവതരിപ്പിച്ച ആശയത്തെയാണ് നമ്മൾ കാർട്ടീഷ്യൻ തത്വചിന്ത എന്ന് പറയാം. കാർട്ടീഷ്യൻ തത്വചിന്ത എന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ കാലത്ത് പിന്നെ ഈ സർജറി ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അയാൾക്ക് ഈ മനുഷ്യ ശരീരത്തെ പറ്റി ഭയങ്കര ഉത്കണ്ഠ ഉണ്ടായിരുന്ന ഒരാളാണ്, വലിയ കൗതുകം ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് കാണാൻ കഴിയാത്ത റെനെ ദെക്കാർത്ത് അക്കാലത്ത് അറവശാലയിൽ പോയിരുന്ന് കാളേനെയും പോത്തിനെയും ഒക്കെ അറക്കണത് പോയി നോക്കുകയും അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങളൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാവുമെന്ന് ഊഹിക്കുകയും അങ്ങനെ മനുഷ്യ ശരീരത്തെ ഒരു യന്ത്രമായി കാണുകയും ചെയ്ത യൂറോപ്പിലെ ആദ്യത്തെ തത്വചിന്തകനാണ് റെനെ ദെക്കാർത്ത്. അദ്ദേഹം പറഞ്ഞു, മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ബോഡി, അത് യന്ത്രം പോലെയാണ്, ശരീരം യന്ത്രമാണ് എന്ന് ആദ്യം പറഞ്ഞ ആൾ റെനെ ദെക്കാർത്താണ്. മനസ്സ് എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുവല്ല, ചിന്തിക്കുന്ന വസ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊരു ശരീരമല്ല. അപ്പം ശരീരമില്ലാത്ത ഒന്നിനെയാണ് ദെക്കാർത്ത് മനസ്സ് എന്ന് വിളിച്ചത്, ബുദ്ധി എന്ന് വിളിച്ചത്. ശരീരമുള്ള ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന, നിങ്ങൾ എന്നെ നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ ബോഡിയാണ്. ഈ ശരീരം അല്ല, ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു ശരീരം അല്ലാത്തൊരു സാധനമാണ് മനസ്സ് എന്നിങ്ങനെ മനസ്സ് ശരീരം എന്ന് രണ്ടായി തിരിച്ച് മനുഷ്യനെ വിശദീകരിച്ചത് റെനെ ദെക്കാർത്താണ്. അങ്ങനെ ഈ മനസ്സ് ശരീരം എന്ന ദ്വന്ദ്വകൽപ്പനയിലൂടെ മനുഷ്യ പ്രകൃതത്തെ വിവരിച്ച തത്വചിന്തയുടെ പേരാണ് കാർട്ടീഷ്യൻ തത്വചിന്ത. ഈ കാർട്ടീഷ്യൻ തത്വചിന്ത മനസ്സിനെ കണ്ടത് ശരീരത്തെ നിയന്ത്രിക്കുന്ന എന്നാൽ കാണാൻ പറ്റാത്തൊരു സാധനം എന്ന നിലയ്ക്കാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ, കൃത്രിമ ബുദ്ധി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, റെനെ ദെക്കാർത്തിന് നേരത്തെ പറഞ്ഞ പോലെ ബോഡി ഇല്ലാത്ത, ശരീരമില്ലാത്ത, ചിന്തിക്കുന്ന വസ്തു എന്ന് അദ്ദേഹം വിളിച്ച മനസ്സിന് ഒരു ബോഡി ഉണ്ടാക്കി കൊടുക്കുകയാണ് വാസ്തവത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചിന്തിക്കുന്നത് നമ്മൾക്ക് കാണാൻ കഴിയാത്തൊരു സാധനമായിരുന്നു. ഇപ്പം ചിന്തിക്കുന്ന സാധനത്തെ നിങ്ങൾക്ക് റോബോട്ടായിട്ട് കാണാൻ കഴിയുന്നു എന്നതാണ്. അങ്ങനെ അശരീരിയായ മനസ്സിനെ ശരീരിയാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് വാസ്തവത്തിൽ കൃത്രിമ ബുദ്ധിയുടെ നിർമ്മാണത്തിലൂടെ നാം വികസിപ്പിച്ചെടുക്കുന്നത്. ഇവിടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ ഈ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അതായത് ചിന്തിക്കുക എന്നത് ഈ ബുദ്ധിയുടെ, മനസ്സിൻ്റെ മാത്രം പണിയാണോ? ശരീരത്തിന് ചിന്തിക്കാൻ ശേഷിയുണ്ടോ? ഇതാണ് ചോദ്യം. ശരീരത്തിന് ചിന്തിക്കാൻ ശേഷിയുണ്ടോ? ആ ചോദ്യമാണ് ദെക്കാർത്തിനെതിരെ, കാർട്ടീഷ്യൻ തത്വചിന്തയ്ക്കെതിരെ യൂറോപ്പിൽ വളർന്നു വന്ന പ്രാതിഭാസിക വിജ്ഞാനീയം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒറ്റ കാര്യം പറയുള്ളൂ, മനസ്സ് ചിന്തിക്കുകയും ശരീരം അതിനനുസരിച്ച് പെരുമാറുകയുമല്ല ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. മനസ്സ് നിയന്ത്രിച്ച് ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നത്. ശരീരം വാസ്തവത്തിൽ സ്വയം ചിന്തിക്കുന്നുണ്ട്. അതാ. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് ആദ്യം ചെയ്യുന്ന പ്രവൃത്തി പലരും പലതായിരിക്കും. ഇപ്പം ഞാൻ സാധാരണ എഴുന്നേറ്റ് ആദ്യം പോകുന്നത് വാഷ് ബേസിൻ്റെ അടുത്തേക്കാണ്, എന്നിട്ട് മുഖം കഴുകും. അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. പക്ഷേ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്ന കാര്യം എന്താണ്? ഇന്നിപ്പം 5 മിനിറ്റ് വഴുകി,
അല്ലെങ്കിൽ 10 മിനിറ്റ് വൈകി എൻ്റെ രാവിലത്തെ ബസ് കിട്ടുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ നീക്കണത്. എൻ്റെ ചിന്ത മുഴുവൻ വരാനിരിക്കുന്ന ബസ്സിനെ പറ്റിയാണ്. പക്ഷെ എൻ്റെ ശരീരം ചലിക്കുന്നത് എവിടേക്കാണ്? വാഷ് ബേസിൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ശരീരം ചിന്തിക്കുന്നുണ്ട്. അതാ. അപ്പം ശരീരത്തിന് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് അംഗീകരിച്ചാൽ ഈ ശരീരം എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമുള്ളതാണ്. അത് ഈ കൃത്രിമ ബുദ്ധിക്കില്ല. അതുകൊണ്ട് ഈ കൃത്രിമ ബുദ്ധിയിൽ നിന്ന് മനുഷ്യനിനി അതിജീവിക്കാനുള്ള ഒരു വഴി, ഒരു കവാടം മനുഷ്യ ശരീരമാണ്. അപ്പോൾ ഈ മനുഷ്യ ശരീരത്തിൻ്റെ സാധ്യതകളെ തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. മനുഷ്യ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താ? 4 പ്രത്യേകതകളാണ് മനുഷ്യ ശരീരത്തിനുള്ളതായിട്ട് പറയാറുള്ളത്. അതിലൊന്ന് നേരത്തെ പറഞ്ഞ പോലെ ചിന്തിക്കാനുള്ള ശേഷി മനുഷ്യ ശരീരത്തിനുണ്ട്. അതാ. എല്ലാ ശരീരങ്ങളോടും നമ്മൾ ഒരേപോലെയല്ല പെരുമാറുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ആ സ്ഥലത്തിനനുസരിച്ച് നിങ്ങൾ പെരുമാറുന്നത് നിങ്ങളെ മനസ്സ് ഇങ്ങനെ അതിനനുസരിച്ച് പെരുമാറണോണ്ടല്ല. നിങ്ങൾക്കറിയാം. ഇപ്പം ഞാൻ നേരത്തെ നിങ്ങളുടെ ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഞാൻ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് അകത്തേക്ക് കയറിയത്. ഇവിടെ ചെരുപ്പൊക്കെ അഴിച്ചു വെക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടല്ല. അത് സ്വാഭാവികമായിട്ടും നമ്മളൊരു സ്ഥലത്തേക്ക്, വൃത്തിയുള്ളൊരു സ്ഥലത്തേക്ക് കയറുമ്പോൾ പുറത്ത് ചെരുപ്പ് ഊരി വെക്കുക എന്നുള്ളത് പൊതുവെ നമ്മൾ ചെയ്യണ ഒരു കാര്യമാണ്. ഞാൻ ചിന്തിച്ചത് മുഴുവൻ ഇന്നിപ്പോൾ ഈ കൃത്രിമ ബുദ്ധിയെപ്പറ്റി ഞാൻ ഇപ്പം എന്താ സംസാരിക്കുക എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ കാല് സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കുകയാണ്. ചെരുപ്പ് ഊരി വെച്ചിട്ടാണ് അകത്തേക്ക് കിടക്കുന്നത്. അതാ. അപ്പം ഞാൻ ചിന്തിക്കുന്നതൊന്നാണെങ്കിലും പ്രവർത്തിക്കുന്നത് ശരീരം വേറൊരു തരത്തിലാണ്. അപ്പം ശരീരവും ചിന്തിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ശരീരം എപ്പോഴും മറ്റ് ശരീരങ്ങൾക്കിടയിലാണ്. നിങ്ങളൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ മറ്റ് മനുഷ്യന്മാരുടെ ഇടയിലാണ് ജീവിക്കുന്നത്. ആ അനുഭവം നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന രുചികൾ, നമ്മളെ ശ്രവണം, അതുപോലെ ഘ്രാണം, സ്പർശനം, ഇതൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഇതൊന്നും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനില്ല. അതുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഒരിക്കലും പായസത്തിൻ്റെ മധുരമോ പോത്തിറച്ചിൻ്റെ രുചിയോ ആസ്വദിക്കാൻ കഴിയില്ല. അത് മനുഷ്യനുള്ള ഒരു സവിശേഷതയാണ്. അങ്ങനെ മനുഷ്യസിദ്ധി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശരീരമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. ഇനി അതിൻ്റെ ബാക്കി വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബുദ്ധി എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഒരുപക്ഷെ ഈ കൃത്രിമ ബുദ്ധിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരാം. പക്ഷേ ഒരിക്കലും മനുഷ്യ ശരീരത്തിൻ്റെ സാധ്യതകളെ അതിന് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് മനുഷ്യൻ അതിജീവിക്കാനുള്ള വഴി വാസ്തവത്തിൽ ശരീരമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതാണ്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. തീർച്ചയായും എങ്ങനെയാണ് കൃത്രിമ ബുദ്ധി പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഡാറ്റയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അതാണ് കാര്യം. നിങ്ങൾ ലോകത്തുള്ള എല്ലാ വിവരങ്ങളും ഈ കൃത്രിമ ബുദ്ധിക്ക് കൊടുത്താൽ അത് വേണ്ട പോലെ അത് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വേണ്ട വിവരം തരും. അപ്പോൾ അതുകൊണ്ട് ഡാറ്റ ഇല്ലെങ്കിൽ കൃത്രിമ ബുദ്ധിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നത്തെ ലോകത്തെ ഇപ്പം ഞാൻ സംസാരിക്കുന്നതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഡാറ്റയാണ്. ഈ ഡാറ്റകൾ ഉണ്ടാക്കുക എന്നതാണ് വാസ്തവത്തിൽ ലോകത്ത് എല്ലാവരും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ മത്സരം. അപ്പോൾ ഈ ഡാറ്റ ആരാണ് ഉണ്ടാക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? അതാരാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്? ഇപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾക്കറിയാമല്ലോ, ആദ്യം നമ്മളോട് സർക്കാർ ആധാർ രേഖ ഉണ്ടാക്കാൻ പറഞ്ഞു. പിന്നെ ആധാർ രേഖ നിങ്ങളെ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ പോയി. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ അതും നിങ്ങളുടെ ആധാറും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും മറ്റെല്ലാ രേഖയൊക്കെ കൂടി ലിങ്ക് ചെയ്യണം. എന്താ ഈ ലിങ്ക് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മളുടെ മുഴുവൻ വിവരങ്ങളും ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് ആരുടെയൊക്കെയോ കയ്യിലിരിക്കുകയാണ്.
ഈ ഡാറ്റ അവർക്ക് ആവശ്യമുണ്ട്. അതാ ആ ഡാറ്റ എന്ന് പറഞ്ഞാൽ പലതരം ഡാറ്റ, നിങ്ങളെ പേരും വിവരും നാളും മറ്റ് സംഗതി മാത്രമല്ല. ഡാറ്റ എന്ന് പറഞ്ഞാൽ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടം, 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഇഷ്ടമല്ല 60 വയസ്സുള്ള ഒരു വൃദ്ധൻ്റെ ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ അഭിരുചികൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ താല്പര്യങ്ങൾ, നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഡാറ്റയാണ്. അങ്ങനെ ഡാറ്റ ശേഖരിക്കുകയും അത് കൈവശം വയ്ക്കുകയും ചെയ്യുന്ന ശക്തി ആരാണ് എന്നതാണ് ലോകത്ത് ഇനി ഈ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ലോകം ഭരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കൃത്രിമ ബുദ്ധി വാസ്തവത്തിൽ നാം കരുതുന്നത് പോലെ മനുഷ്യരെ എല്ലാവരെയും വിമോചിപ്പിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായും ഈ ഡാറ്റയുടെ കസ്റ്റോഡിയൻസായി വരുന്ന നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റുകളാണ് കൃത്രിമ ബുദ്ധിയിലൂടെ വലിയ ലാഭം കൊയ്യാൻ പോകുന്നതും ലോകത്തെ മുഴുവൻ ചൂഷണം ചെയ്യാൻ പോകുന്നതും എന്ന ഭയം വാസ്തവത്തിൽ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത് ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം. അതായത് ലോകത്ത് ഈ കൃത്രിമ ബുദ്ധി വരുന്നതോടുകൂടി തൊഴിലില്ലായ്മ പെരുകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പം തന്നെ അമേരിക്കയിലെ സിനിമാ മേഖലയിൽ തിരക്കഥ എഴുതാൻ മനുഷ്യൻ ആവശ്യമില്ല എന്ന് വന്നതോടുകൂടി സിനിമാ മേഖലയിൽ ഉടനീളം ഈ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള തിരക്കഥകൾ വരാൻ തുടങ്ങി. അങ്ങനെ തിരക്കഥകൾ വരാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ സിനിമാ പ്രവർത്തകർ വലിയ തോതിൽ സമരത്തിലാണ്. മാത്രമല്ല, നിങ്ങൾക്കറിയാം, നമ്മുടെയൊക്കെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആയിട്ടുള്ള പലരും ഇന്ന് സോഫ്റ്റ്വെയറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ബാംഗ്ലൂരിലാവാം, അല്ലെങ്കിൽ കൊച്ചിയിലാവാം, അല്ലെങ്കിൽ അമേരിക്കയിലാവാം. എല്ലാവരും ഈ ജാതി ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ ജോലി കിട്ടുന്നത്? ഇവർ ചെയ്യുന്ന ജോലി അമേരിക്കയിലോ യൂറോപ്പിലോ ഉള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ ഇവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ 10 ഇരട്ടി ശമ്പളം കൊടുക്കണം. അതുകൊണ്ട് അവരാവശ്യപ്പെടുന്ന കൂലിപ്പണി എടുക്കുന്ന കൂലിപ്പട്ടാളത്തെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെന്ന് വിളിക്കുന്നത്. വാസ്തവത്തിൽ അവരെല്ലാം അവർക്ക് വേണ്ടി കൂലിപ്പണി എടുക്കുന്നവരാണ്. പക്ഷേ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നത് ഇവിടെ ചെയ്യുന്ന പല പ്രവൃത്തികളും മനുഷ്യൻ്റെ വലിയ ബുദ്ധിയൊന്നും ആവശ്യമുള്ള പ്രവൃത്തികളല്ല. അതുകൊണ്ട് സോഫ്റ്റ്വെയറിലാണ് ഈ പറഞ്ഞ കൃത്രിമ ബുദ്ധി ഉണ്ടാക്കാൻ തുടങ്ങിയതെങ്കിൽ ആ സോഫ്റ്റ്വെയറിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഇന്നത് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് പലരും ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നാളെ മുതൽ കൃത്രിമ ബുദ്ധി ഏറ്റെടുക്കാൻ പോവുകയാണ്. അങ്ങനെ സ്രഷ്ടാവിനെ തന്നെ കൊല്ലുന്ന സൃഷ്ടിയായി വാസ്തവത്തിൽ കൃത്രിമ ബുദ്ധി മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അധികം തൊഴിലില്ലാണ്ടാവാൻ പോകുന്നത് നമ്മുടെ സോഫ്റ്റ്വെയർ മേഖലയിലാണെന്ന് പറയുന്നു. മറ്റ് പല മേഖലയിലും ഈ തൊഴിലില്ലായ്മ കടന്നു വരും. ഇത്രമാത്രം തൊഴിൽ രഹിതരെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ആ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ എന്തൊക്കെ ചെയ്യും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിനെല്ലാമുള്ള സാധ്യതകൾ വാസ്തവത്തിൽ നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ മുതലാളിത്ത ശക്തികൾ അവരുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ സാങ്കേതിക വിദ്യ തീർച്ചയായും മൂലധനം പെരുക്കുന്ന വിയർക്കാത്ത മനുഷ്യനെയാണ് യന്ത്രമനുഷ്യൻ എന്ന് പറയുന്നത്. ചിന്തിക്കുന്ന മനുഷ്യൻ, വിയർക്കാത്ത ശരീരമാണ് യന്ത്രമനുഷ്യൻ്റെത്. വിയർക്കാത്ത ശരീരം കൊണ്ട് ആർക്കാണ് പ്രയോജനം? അത് മുതലാളിത്തത്തിനും മൂലധനത്തിനുമാണ് അതുകൊണ്ട് പ്രയോജനം. കാരണം മനുഷ്യനെ നിങ്ങൾക്ക് ചൂഷണം ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. എന്നാൽ യന്ത്രമനുഷ്യനെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചൂഷണം ചെയ്യാം. അങ്ങനെ നമ്മുടെ കമ്പോളത്തിൻ്റെയും മുതലാളിത്തത്തിൻ്റെയും താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന വിധത്തിൽ ഡാറ്റ കൈവശം വയ്ക്കുന്ന തരത്തിൽ ആ ഡാറ്റയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡാറ്റ അതിരുകൾ ഉണ്ടാക്കുകയാണോ ചെയ്യുക, അതിരുകൾ ഇല്ലാതാക്കുകയാണോ ചെയ്യുക നമുക്ക് പറയാൻ പറ്റില്ല. ഗാന്ധിജി ഓട്ടോറിക്ഷ തട്ടി മരിച്ചു പോയതാണ് എന്നതാണ് ഇനി വരാനിരിക്കുന്ന ഡാറ്റ എങ്കിൽ ആ ഡാറ്റ ആരെയാണ് സഹായിക്കുക എന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഡാറ്റ എന്ന് പറയുന്നത് അത്ര നിഷ്കളങ്കമല്ല, അതത്ര നിഷ്പക്ഷമല്ല. ഡാറ്റയ്ക്ക് രാഷ്ട്രീയമുണ്ട്. അതുകൊണ്ട് അത് അതിർത്തികൾ മായ്ക്കുക മാത്രമല്ല, ചിലപ്പോൾ വലിയ അതിർത്തികൾ സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. അതുകൊണ്ട് തീർച്ചയായും നാം കരുതുന്നത് പോലെ അത്ര നിഷ്കളങ്കമായ ഒന്നല്ല കൃത്രിമ ബുദ്ധി കൊണ്ടുവരാനിരിക്കുന്ന ലോകം. പക്ഷേ ആ ലോകത്തൂടെ കടന്നു പോകാതെ നമുക്ക് നിർവാഹമില്ല. അതിൻ്റെ ശരി തെറ്റുകളെ തീരുമാനിക്കാനുള്ള വിവേചന ബുദ്ധി മനുഷ്യനുണ്ടാവണം. അതുകൊണ്ട് തീർച്ചയായും അതൊരു സമരമേഖലയാണ്. ശരിയുടെയും നീതിയുടെയും പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട്
കൃത്രിമ ബുദ്ധിയുടെ സാധ്യതകളെ മനുഷ്യന് പ്രയോജനപ്പെടുന്ന തരത്തിലാക്കി മാറ്റുകയാണ് വേണ്ടത്. നമുക്കെന്തിനാണ് ചിന്തിക്കുന്ന മനുഷ്യൻ എന്ന ചോദ്യം ആദ്യത്തെ ചോദ്യമാണ്. നിങ്ങൾക്കെന്തിനാ മനുഷ്യൻ ചെയ്യണ പണി ചെയ്യണ വേറൊരു യന്ത്രത്തിന് എന്തിനാ ആവശ്യം? മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യല്ലേ ചെയ്യേണ്ടത്? അതിനാണല്ലോ നമുക്ക് യന്ത്രത്തിൻ്റെ സഹായം. അതാണ് ആദ്യം ആലോചിക്കേണ്ടത്. നമുക്ക് എവിടെയൊക്കെ യന്ത്രമനുഷ്യനെ വേണം, എവിടെയൊക്കെ നിങ്ങൾക്ക് കൃത്രിമ ബുദ്ധി വേണം എന്ന് തീരുമാനിക്കണം. പക്ഷെ അത് മുഴുവൻ തീരുമാനിക്കാൻ പോകുന്നത് മുതലാളിത്തമാണ്. തീർച്ചയായും മുതലാളിത്തം ലോകത്ത് വലിയ അതിർത്തികൾ സൃഷ്ടിച്ച ഒരു ശക്തിയാണെന്ന് നമുക്കറിയാം. അവരുടെ കയ്യിലിരിക്കുന്ന ഈ മഹത്തായ ആശയം തീർച്ചയായും ആ അതിർത്തികളെ ഒരുപക്ഷെ തീവ്രതരമാക്കിയേക്കാം എന്ന ഭയവും നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പ്രത്യാശിക്കുന്നത് പോലെ അതിർത്തികൾ ഇല്ലാതാവുന്ന ഒരു ലോകത്തെ സൃഷ്ടിക്കാനും കൃത്രിമ ബുദ്ധിക്ക് കഴിഞ്ഞേക്കും. ഇതിലേതു വേണമെന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്ക് എഴുത്തുകാർക്കുണ്ട്, ചിന്തിക്കുന്ന മനുഷ്യർക്കുണ്ട്. അവരെല്ലാം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരികയും മനുഷ്യനെ ശരിയായ ദിശയിൽ നയിക്കാൻ പ്രാപ്തി നേടുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.